വെൽക്കം ടു ഓൾ. നമ്മൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്താണ്, ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ എന്താണ്, ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷനും അവരുടെ ഗ്രീവിയൻസ് റിഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് ആണ് സെബി എടുത്തെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദ ഗ്രീവിയൻസ് ആൻഡ് റിഡ്രസൽ സിസ്റ്റം ആണ്. അതായത് ഇൻവെസ്റ്റേഴ്സ് ഗ്രീവിയൻസ് ആൻഡ് റിഡ്രസൽ സിസ്റ്റം. അതായത് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും സെബി ഒക്കെ ഒരുപാട് റെഗുലേഷൻസും ഓർഡേഴ്സും ഒക്കെ ഇറക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഇൻവെസ്റ്റേഴ്സിന്റെ ഗ്രീവിയൻസ് പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള ഗ്രീവിയൻസ് അല്ലെങ്കിൽ അവരുടെ കംപ്ലൈന്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെഷേഴ്സ് ആരെടുത്തിട്ടുണ്ട്? സെബി എടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട്, ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാം, റോൾ ഓഫ് AMFI, അതൊക്കെ നമ്മൾ മുൻകൂട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെയും സെബിയുടെ ഒഫീഷ്യൽസിന്റെ ഒക്കെ ഒരു അഭിപ്രായത്തിൽ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട്, അതുപോലെ കൃത്യമായിട്ട് ടൈം ബൗണ്ട് ആയിട്ട് ഒരു സിമ്പിൾ ഗ്രീവിയൻസ് റിഡ്രസൽ മെക്കാനിസം ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എക്സ്റ്റെന്റ് വരെ പോസിബിൾ ആക്കാനായിട്ട് പറ്റും. കാരണം അവർക്ക് കംപ്ലൈന്റുകൾ ഉണ്ട്. ആ കംപ്ലൈന്റുകൾ പരിഹരിക്കപ്പെടാൻ, ആ കംപ്ലൈന്റുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് പ്രോപ്പർ ആക്ഷൻ എടുക്കാനായിട്ട് അവിടെ ഒരു അതോറിറ്റി ഉണ്ടെങ്കിൽ എന്താണ്, അവർ പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം എന്താണ്, അങ്ങനെ പ്രോപ്പർ ആക്ഷൻ ഉണ്ടാവും. കംപ്ലൈന്റുകൾ ഇൻവെസ്റ്റേഴ്സ് ചെയ്യും. ദേ നോ വേർ ടു കംപ്ലൈന്റ് അബൌട്ട് ദയർ പ്രോബ്ലംസ് ആൻഡ് there will be actions by SEBI or related regulations to company or intermediary എന്നുള്ള ഒരു ഫാക്ട് അവിടെ ഉണ്ടെങ്കിൽ എന്താണ്, ആ ഫ്രോഡുകൾ അവിടെ കുറയും. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ഗ്രീവിയൻസ് ആൻഡ് റിഡ്രസൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ എൻസ്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ നോർമലി ഇൻവെസ്റ്റേഴ്സ് കംപ്ലൈന്റ് ഒന്നില്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സെബിയുടെ എന്താണ് കൺസേൺഡ് ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആർക്കെതിരെയാണോ നമ്മുടെ ഇൻവെസ്റ്റർ കംപ്ലൈന്റ് തന്നിരിക്കുന്നത്, കമ്പനിക്കെതിരെയാണോ ഇന്റർമീഡിയറ്റ്ക്കെതിരെയാണോ, അവർക്ക് എന്ത് ചെയ്യും? ഒരു ലെറ്റർ അയക്കും. അവരെന്ത് ചെയ്യണം? അവര് സെബിയോട് അല്ലെങ്കിൽ ആ അയച്ച അതോറിറ്റിയോട് റിപ്പോർട്ട് ചെയ്യണം. അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ട്, ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്. അതായത് എന്ത് ആക്ഷൻ ആണ് അവർ ഈ ഗ്രീവിയൻസിനെതിരെ എടുത്തത് എന്നുള്ളത് അങ്ങനെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? സെബിയോട് റെസ്പോണ്ട് ചെയ്യണം. ആ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്തൊക്കെയാണ് അവർ ആ ഗ്രീവിയൻസ് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ കംപ്ലൈന്റ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഓരോ സ്റ്റെപ്പും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും വേണം. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു റിഡ്രസൽ മെക്കാനിസം നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോസിബിൾ ആക്കിയിട്ടുണ്ട് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ ഇൻവെസ്റ്റർ. അപ്പൊ അങ്ങനെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് ടൈം ബൗണ്ട് ആയിട്ട് ഒരു ഗ്രീവിയൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ട് ചെയ്യൂടെ. അപ്പൊ നമുക്ക് ടൈപ്പ് ഓഫ് ഗ്രീവിയൻസസ് നോർമലി ഇൻവെസ്റ്റർക്ക് ഉണ്ടാകുന്ന എന്തൊക്കെയാണ്, എന്തൊക്കെ തരം ഗ്രീവിയൻസ് ആണുള്ളത്, ആർക്ക് എഗെയിൻസ്റ്റ് ഒക്കെയാണ്, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കണത്. ഫസ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് ഗ്രീവിയൻസ് എഗൈൻസ്റ്റ് ലിസ്റ്റഡ് കമ്പനീസ് ആണ്. അതായത് ഇൻവെസ്റ്റേഴ്സിന് ചില കേസുകളിൽ എന്തുണ്ടാവും? ലിസ്റ്റഡ് കമ്പനിക്കെതിരെ കംപ്ലൈന്റുകൾ ഉണ്ടാവും. ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാൻ വേണ്ടി അഡ്മിഷൻ എടുത്ത കമ്പനീസ്. ഓൺലി ദ ലിസ്റ്റഡ് കമ്പനീസ് ആർ ഏബിൾ ടു ട്രേഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പൊ അങ്ങനെയുള്ള കമ്പനികൾക്കെതിരെ എന്തുണ്ടാവും? ഗ്രീവിയൻസ് ഉണ്ടാവും. ഇതിന്റെ കാറ്റഗറി എന്ന് പറയുന്നത് 1 to 5 ആണ്. നോർമലി സെബിയുടെ റീജിയണൽ ഓഫീസുകൾ, അതുപോലെ നമ്മുടെ റീജിയണൽ ഓഫീസുകളാണ് ഈ കാറ്റഗറി 1 to 5 ഗ്രീവിയൻസ്, അതായത് ഗ്രീവിയൻസ് എഗൈൻസ്റ്റ് ലിസ്റ്റഡ് കമ്പനീസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ നോൺ റെസിപ്റ്റ് ഓഫ് റീഫണ്ട്, അതായത് അപ്ലിക്കേഷൻ റിജക്ട് ചെയ്തു പക്ഷെ അപ്ലിക്കേഷൻ മണി തിരിച്ചു കൊടുത്തിട്ടില്ല, അതുപോലെ അലോട്ട്മെന്റ് കൊടുത്തിട്ടില്ല, അതുപോലെ നമുക്ക് ഷെയർ ഒക്കെ കിട്ടി പക്ഷെ ഡിവിഡൻഡ് ഡിക്ലയർ ചെയ്യുന്നുണ്ട് പക്ഷെ വി ആർ നോട്ട് റിസീവിങ്, അതുപോലെ നമുക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് തന്നിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഷെയർ ആൻഡ് ഡോക്യുമെന്റ് റിലേറ്റഡ് എന്തിട്ടുള്ള എന്താണ് പ്രോബ്ലംസ് ഒക്കെ കാറ്റഗറി 1 to 5 ഗ്രീവിയൻസിലാണ് വരുന്നത്. അത് നോർമലി ഹാൻഡിൽ ചെയ്യുന്നത് സെബിയുടെ റീജിയണൽ ഓഫീസുകളാണ്.
അപ്പോ ഒരുപാട് മെഷേഴ്സ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ലിസ്റ്റഡ് കമ്പനിക്കെതിരെയുള്ള കംപ്ലൈന്റുകൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ക്ലോസ് 42 ഒക്കെ ലിസ്റ്റിംഗ് എഗ്രിമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ക്ലോസ് 42 പ്രകാരം ലിസ്റ്റിംഗ് കമ്പനിക്ക് നല്ല ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഉള്ള, അതായത് കമ്പനിയിൽ മോണിറ്ററി ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഡയറക്ടേഴ്സ് കമ്പനിയുടെ ഡയറക്ടർഷിപ്പിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു ഓഡിറ്റ് കമ്മിറ്റി വേണം കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് പരിശോധിക്കാൻ വേണ്ടി. അതുപോലെ റെമ്യൂണറേഷൻ കമ്മിറ്റിനെ സെറ്റപ്പ് ചെയ്യണം. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനൊന്നും ഒരുപാട് വലിയ റെമ്യൂണറേഷൻ കൊടുക്കാതിരിക്കുക. അങ്ങനെ ഒരുപാട് റൂൾസ് വന്നിട്ടുണ്ട് ലിസ്റ്റഡ് കമ്പനിക്കെതിരെയുള്ള കംപ്ലൈന്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ലിസ്റ്റഡ് കമ്പനികളുടെ ഫംഗ്ഷൻസിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി ഒരുപാട് മെഷേഴ്സ് സെബി എടുക്കണം. അപ്പൊ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഗ്രീവിയൻസ് അഗൈൻസ്റ്റ് ലിസ്റ്റഡ് കമ്പനീസ് ആണ്. പിന്നെ വരുന്നതാണ് ഗ്രീവിയൻസ് അഗൈൻസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആൻഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാന്ന് നമുക്കറിയാം. ക്ലയന്റിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി വാങ്ങും വിൽക്കും ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആൻഡ് ഡെപ്പോസിറ്ററി സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ഷെയർസുകളൊക്കെ എന്താണ്, ഇലക്ട്രോണിക് ഫോമിലാണ്, ഈ ഫോമിലാണ്. അപ്പൊ നമ്മൾ സാധാരണ ഒരു ഡെപ്പോസിറ്ററി അക്കൗണ്ട് ബാങ്കിൽ ചേരുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ബ്രോക്കർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും ദെൻ ആ ട്രേഡ് പോസിബിൾ ആക്കും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സിനും ഡെപ്പോസിറ്ററീസിനും എതിരെയുള്ള കംപ്ലൈന്റുകളൊക്കെ നോർമലി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് അവരത് ആ കംപ്ലൈന്റ് ചെയ്യുക. അപ്പോൾ അതിന്റെ റിഡ്രസൽ എന്ന് പറയുന്നത് പീരിയോഡിക് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഒരു റിഡ്രസൽ ഓഫീസ് അല്ലെങ്കിൽ റിഡ്രസൽ ബോർഡ് ഉണ്ട്. ആ ബോർഡ് മോണിറ്റർ ചെയ്യും അത് പ്രോപ്പർ ആയിട്ട് പരിഹരിക്കപ്പെടുന്നുണ്ടോ, ഇനി റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് തെറ്റ് എന്നൊക്കെ നോക്കും. അപ്പൊ അതാണ് സെക്കൻഡ് കാറ്റഗറി ഓഫ് ഗ്രീവിയൻസ്. ഫസ്റ്റ് ഗ്രീവിയൻസ് അഗൈൻസ്റ്റ് ലിസ്റ്റഡ് കമ്പനി, ദെൻ ഗ്രീവിയൻസ് അഗൈൻസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആൻഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്. നമുക്കറിയാം ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്. ഡേ ഓർഡർ എന്ന് വെച്ചാൽ എന്താ, ഒരു ദിവസം മാത്രം നിലനിൽക്കുന്ന ഓർഡർ ആണ്. അപ്പൊ സ്റ്റോക്ക് ബ്രോക്കർ ചിലപ്പോൾ അയാളുടെ ലാഭത്തിന് വേണ്ടിയിട്ട് അന്ന് ശരിയായില്ല, പക്ഷെ പിറ്റത്തെ ദിവസം എന്ത് ചെയ്യും, ആ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഇവരുടെ ഫണ്ടിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് മണി പോകും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് കംപ്ലൈന്റ് ഇല്ല. കാരണം ഡേ ഓർഡർ എന്ന് പറഞ്ഞാൽ അതിന് ആ ഒരൊറ്റ ട്രേഡിംഗ് ഡേ മാത്രമാണ് എന്തുള്ളൂ, അതിന് വാലിഡിറ്റി ഉള്ളൂ. ആ ട്രേഡിംഗ് ഡേയിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോകും. അങ്ങനെ പിന്നെ വരുന്നതാണ് ഇൻവെസ്റ്റേഴ്സ് ഗ്രീവിയൻസ് റിലേറ്റിംഗ് ടു റീഫണ്ട്. റീഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മള് പറഞ്ഞു പബ്ലിക് ഇഷ്യൂ ചിലപ്പോ അൺസക്സസ്ഫുൾ ആവും. ചില കുറച്ച് പേരുകളൊക്കെ എന്ത് ചെയ്യും, നമുക്കറിയാം മിനിമം ഇത്ര ക്യാപിറ്റൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്താലേ ആ പബ്ലിക് ഇഷ്യൂ നമുക്ക് മുന്നോട്ട് പോവാനും അതിൽ നിന്ന് സമാഹരിച്ച ഫണ്ട് ബിസിനസ്സിൽ ഉപയോഗിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചില കേസുകളിൽ കമ്പനികളുടെ പബ്ലിക് ഇഷ്യൂ എന്താവും, അൺസക്സസ്ഫുൾ ആവും. അപ്പൊ കമ്പനികൾ ആരൊക്കെയാണ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് അപ്ലിക്കേഷൻ മണി കൊടുത്തിരിക്കുന്നത് അവർക്ക് എമൗണ്ട് റീഫണ്ട് ചെയ്യണം. ബിക്കോസ് ദ പബ്ലിക് ഇഷ്യൂ ഈസ് അൺസക്സസ്ഫുൾ. അപ്പൊ ചില കേസുകളിൽ കമ്പനീസ് റീഫണ്ട് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോ കസ്റ്റമേഴ്സിന് കംപ്ലൈന്റ് ഉണ്ടാവും. അപ്പൊ ആ കംപ്ലൈന്റുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെബി ഒരു മെക്കാനിസം അല്ല, ഒരു പുതിയ റീസെന്റ് ആയിട്ടൊരു ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഡിവൈസ് വന്നിട്ടുണ്ട്. ASBA എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക് എമൗണ്ട് ആണ്. അതെന്ന് പറയുന്നത് പബ്ലിക് ഇഷ്യൂ അൺസക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ റീഫണ്ട് ചെയ്യണം എന്നുള്ളതാണ് ആ ക്രൈറ്റീരിയ. അപ്പൊ അതിന്റെ നീഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മെക്കാനിസം ആണെന്ത്, അപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട്. അതായത് ഈ മെക്കാനിസം പ്രകാരം എന്ത് ചെയ്യാം, കമ്പനികൾക്ക് ആ എമൗണ്ട് റീടൈൻ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇനി ഒന്നും കൂടി പബ്ലിക് ഇഷ്യൂ നടത്തുക, എന്നിട്ട് അത് സക്സസ്ഫുൾ ആവുണ്ടെങ്കിൽ ആ പബ്ലിക് ഇഷ്യൂ ആയിട്ട് പ്രൊസീഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ ആകുമ്പോ ആ റീഫണ്ട് കിട്ടിയില്ല എന്നുള്ള ഒരുപാട് കംപ്ലൈന്റുകൾ ഈ അപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട് എന്ന് പുതിയതായിട്ട് എമർജ് ചെയ്ത ഡിവൈസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്ന ഒരു സംഭവമാണ്
റെഗുലേറ്ററി ആക്ഷൻ എഗൈൻസ്റ്റ് സസ്പെൻഡഡ് കമ്പനി. ഇപ്പൊ ഇതുപോലെ ഒരുപാട് കമ്പനി, ഞാൻ പറഞ്ഞ ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ ലിസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻസ് കമ്പനികൾ പാലിച്ചില്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്യും, ഇത്ര നാളത്തേക്ക് എന്ത് ചെയ്യും, ആ കമ്പനികളെ ട്രേഡ് ചെയ്യുന്നതിൽ നിന്ന് എന്ത് ചെയ്യും, സസ്പെൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ആക്ഷൻ അവിടെ എടുക്കുന്നുണ്ടെങ്കിൽ അതാണ് അവിടെ പേടി ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ സെബി എന്താണ് ഇൻവെസ്റ്ററുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഗ്രീവിയൻസ് കിട്ടിയതെന്ന് അയച്ചു കഴിഞ്ഞാൽ ദേ വിൽ റെസ്പോണ്ട് ഇൻ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഫോം ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോം. അപ്പൊ എന്താണ്, അപ്പൊ അങ്ങനെ സസ്പെൻഷൻ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ഒരു പരിധി വരെ ഗ്രീവിയൻസുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ലിസ്റ്റിംഗ് എഗ്രിമെന്റ് പ്രകാരം എപ്പോഴും കമ്പനീസ് ഒരുപാട് കാര്യങ്ങൾ പബ്ലിക്കിനോട് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. എന്ത് ചെയ്യണം, കമ്പനി എന്ത് ചെയ്യണം, എന്താണ് ഈവൻ ഇപ്പോ കമ്പനീസ് സസ്പെൻഡഡ് ആണ്, അത് എന്താണ് ആക്റ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ എന്താണ് റിട്ടേണുകൾ ഫയൽ ചെയ്യണം. പിന്നെന്താന്ന് വെച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരുടെ ഡീറ്റെയിൽസ് ഓഫ് ഡയറക്ടർഷിപ്പും ഓഫർ ഡോക്യുമെന്റ് ഒക്കെ എന്ത് ചെയ്യണം, പബ്ലിഷ് ചെയ്യണം. അപ്പൊ ആ കമ്പനിക്കകത്ത് എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസൈഡർ ട്രേഡിംഗ് നടക്കുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ ഗ്രീവിയൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എടുത്ത കാര്യങ്ങളാണ്. പിന്നെ വരുന്നതാണ് എന്ത്, ഇഷ്യൂ ഓഫ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ഇഷ്യൂ ഓഫ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ പബ്ലിക് ഇഷ്യൂയിലൂടെ എന്താണ് നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുന്ന കമ്പനികൾ അവർ റൈസ് ചെയ്യുന്ന എമൗണ്ടിന്റെ 1% ഡെസിഗ്നേറ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഈ ഫണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിലീസ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കുക എപ്പോഴാന്ന് വെച്ചാൽ സെബിയുടെ കയ്യിൽ നിന്നും നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിനു ശേഷം. അതായത് ഒരു പ്രത്യേക കാലയളവ് ഉണ്ട്, അപ്പൊ ആ കാലയളവിന്റെ ഉള്ളിൽ റീഫണ്ട് റിലേറ്റഡോ അലോട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റുകളും ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, ഇൻവെസ്റ്റേഴ്സ് ഹാപ്പിയാണ്, സോ അവർക്ക് ഒരു ലോസ് ഉണ്ടായിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ സൂക്ഷിച്ച സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ത് ചെയ്യും, നമ്മുടെ കമ്പനികൾക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ റീഫണ്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ സെബി എന്ത് ചെയ്യണം, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പൊ അങ്ങനെ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് സെബിയുടെ കിട്ടണമെങ്കിൽ ദ കമ്പനി ഹാസ് ടു റിഡ്രസ് ഓൾ ദ ഗ്രീവിയൻസ് ഫ്രം ദ ഇൻവെസ്റ്റേഴ്സ്. സോ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയ കാരണം എന്ത് ചെയ്യാം, ഒരു പരിധി വരെ നമുക്ക് ഗ്രീവിയൻസുകൾ ഒഴിവാക്കാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഇൻഫോർമേഷൻ ഓൺ ലിക്വിഡേറ്റഡ് ആൻഡ് സിക്ക് കമ്പനീസ്. നമുക്കറിയാം ഒരുപാട് കമ്പനീസ് എന്താണ് സിക്ക് ആയിട്ട് ഡിക്ലയർ ചെയ്യുന്നുണ്ട്, കുറെ കമ്പനികൾ ലിക്വിഡേറ്റഡ് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇൻഫോർമേഷൻ ഒക്കെ എപ്പോഴും എന്താണ് ഡിസ്ക്ലോസ് ചെയ്യണം. ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനത്തെ കമ്പനികളെ കുറിച്ചിട്ടുള്ള അവയർനെസ് പബ്ലിക്കിന്റെ എത്തിക്കാനും. ഈ കമ്പനി റിലേറ്റഡ് ആയിട്ട് അവർക്ക് എന്തെങ്കിലും ഗ്രീവിയൻസുകൾ ഉണ്ടെങ്കിൽ അത് കൺസേൺഡ് ലിക്വിഡേറ്ററെ അറിയിക്കാൻ. ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ലിക്വിഡേഷൻ നടത്തുന്ന അതോറിറ്റി, അവരെ അറിയിച്ച് ആ ഗ്രീവിയൻസുകൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഒരുപാട് എഫേർട്ടുകൾ എടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഗ്രീവിയൻസ് റിലേറ്റിംഗ് ടു ബ്രോക്കേഴ്സ് ആൻഡ് സബ് ബ്രോക്കേഴ്സ്. അവര് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രീവിയൻസ് ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് ഇന്റർമീഡിയറ്റ്സിന്റെ ബുക്സ് ഓഫ് ഇൻസ്പെക്ഷൻ കമ്പൽസറി ആയിട്ടുണ്ട്. ഈവൻ അത് സ്റ്റോക്ക് ബ്രോക്കർ ആണെങ്കിലും സബ് ബ്രോക്കർ ആണെങ്കിലും ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ആണെങ്കിലും അവരുടെ ബുക്കുകൾ എന്ത് ചെയ്യണം, ഓഡിറ്റഡ് ചെയ്യണം. അവരുടെ ആ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ മിനിമം ഒരു 10-15 കൊല്ലത്തേക്ക് എന്ത് ചെയ്യണം, സൂക്ഷിക്കണം, ഫർദർ ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ബുക്സ് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അവരുടെ കാര്യങ്ങളൊക്കെ എന്താന്ന്. അപ്പോ എന്തെങ്കിലും പെൻഡിങ് ഇൻവെസ്റ്റർ ഗ്രീവിയൻസ് ഉണ്ടെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ആ പുതുക്കകൾ എന്ത് ചെയ്യുക, അനുവദിക്കില്ല. അങ്ങനത്തെ മെഷേഴ്സ് എടുത്തിട്ടും എന്താണ് ഗ്രീവിയൻസുകൾ ഒരു പരിധി വരെ ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ മെഷേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്, ഇൻവെസ്റ്റർ ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം ഫോളോഡ് ബൈ സെബി. ഇൻവെസ്റ്റർ ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം ഫോളോഡ് ബൈ സെബി ആണ് നമ്മൾ എടുത്തത്. ഒന്നാമത്തെ എന്താണ്, ഗ്രീവിയൻസ് എഗൈൻസ്റ്റ് ലിസ്റ്റഡ് കമ്പനി. ലിസ്റ്റഡ് കമ്പനീസിന് എഗൈൻസ്റ്റ് ആയിട്ടുള്ള ഗ്രീവിയൻസുകൾ എന്ത് ചെയ്യും, റെസ്പെക്റ്റീവ് ലിസ്റ്റഡ് കമ്പനീനെ തന്നെ സെബിയുടെ ഒഫീഷ്യൽസ് അറിയിക്കും. അവരെന്ത് ചെയ്യണം, ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ആ കൺസേൺഡ് ഫോമിൽ എന്ത് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണം. നോർമലി ലിസ്റ്റഡ് കമ്പനികൾക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള കംപ്ലൈന്റുകൾ സെബിയുടെ റീജിയണൽ ഓഫീസേഴ്സും ദ ഓഫീസർ ഓഫ് ഇൻവെസ്റ്റർ അസിസ്റ്റൻസ് ആൻഡ് എഡ്യൂക്കേഷൻ
അയാളുമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവരത് മോണിറ്റർ ചെയ്ത് എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുത്തതെന്ന് ചെക്ക് ചെയ്യും. അപ്പൊ എന്താ ഒരു പരിധി വരെ അങ്ങനത്തെ കംപ്ലൈന്റുകൾ ഒഴിവാക്കാൻ പറ്റും. പിന്നെ വരുന്നത് സ്റ്റോക്ക് ബ്രോക്കേഴ്സിനും ഡെപ്പോസിറ്ററിക്കും എതിരെയുള്ള കംപ്ലൈന്റുകൾ. അതും ഈ പറഞ്ഞ പോലെ കൺസേൺഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് കൊടുക്കുക. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അതിന്റെ റെസ്പെക്റ്റീവ് ഓഫീസ് അത് മോണിറ്റർ ചെയ്യും, അവരുടെ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് വെരിഫൈ ചെയ്യും. പിന്നെ ഗ്രീവിയൻസ് അഗൈൻസ്റ്റ് അതർ ഇന്റർമീഡിയറീസ്, വേറെ ഇന്റർമീഡിയറ്റ്സിനെതിരെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതും ഇതുപോലെ സെബി ആ ഇന്റർമീഡിയറ്റ്സിനെ നേരിട്ട് അറിയിക്കും. അവര് കൺസേൺഡ് ഫോമിൽ എന്ത് ആക്ഷൻ ആണത് സോൾവ് ചെയ്യാൻ എടുത്തതെന്നുള്ള കാര്യങ്ങൾ അപ്പ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. ഇതും എന്ത് ചെയ്യും, റിഡ്രസൽസ് ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താണ് റീഫണ്ട്, ഇൻവെസ്റ്റർ ഗ്രീവിയൻസ് റിലേറ്റിംഗ് ടു റീഫണ്ട് ഒഴിവാക്കാൻ വേണ്ടി ASBA അപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട് എന്നുള്ള ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ വരുന്നത് റെഗുലേറ്ററി ആക്ഷൻസ്, അങ്ങനെ സസ്പെൻഡ് ചെയ്ത കമ്പനികൾക്കെതിരെ റെഗുലേറ്ററി ആക്ഷൻസ് എടുത്തു. അവർ ആക്റ്റീവ് ആണെങ്കിൽ അവർ എന്ത് ചെയ്യണം, രജിസ്ട്രാർക്ക് റിട്ടേൺ സമർപ്പിക്കണം, അവരുടെ ബോർഡ് മെമ്പേഴ്സ് എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് റെഗുലേഷൻസ് വെച്ചു. പിന്നെ അതുപോലെ തന്നെ എന്താണ്, എപ്പോഴും പബ്ലിക് ഇഷ്യൂ നടത്തുന്ന കമ്പനികൾ ആ റൈസ് ചെയ്യുന്ന എമൗണ്ടിന്റെ 1% എവിടെ കീപ്പ് ചെയ്യണം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കീപ്പ് ചെയ്യണം. അത് എപ്പോഴേ റിലീസ് ചെയ്യുള്ളൂ, സെബിയിൽ നിന്നും നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിനു ശേഷം മാത്രമേ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അത് കമ്പനിക്ക് റിലീസ് ചെയ്യുള്ളൂ. അങ്ങനെ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ദേ ഹാവ് ടു റിഡ്രസ് ഓൾ ദ ഗ്രീവിയൻസ് ഫ്രം ദ പാർട്ട് ഓഫ് ഇൻവെസ്റ്റർ. പിന്നെ ഇൻഫർമേഷൻ ഓഫ് ലിക്വിഡേറ്റർ ആൻഡ് സിക് കമ്പനീസ് പ്രൊവൈഡ് ചെയ്തു. പിന്നെ എന്താണ് ബ്രോക്കേഴ്സിനും സബ് ബ്രോക്കേഴ്സിനും എതിരെയുള്ള കംപ്ലൈന്റുകൾ കുറയ്ക്കാനുണ്ട്. അവരുടെ ബുക്സുകളുടെ ഓഡിറ്റ് കമ്പൽസറി ആക്കി. അതിപ്പോ സ്റ്റോക്ക് ബ്രോക്കറുടെ ആയാലും സബ് ബ്രോക്കറുടെ ആയാലും ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് ആയാലും ഒക്കെ. പിന്നെ അവരുടെ നമ്പർ ഓഫ് പെൻഡിങ് കേസുകൾ നോക്കും. എന്നിട്ട് അവർ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് റിഡ്രസൽ ഗ്രീവിയൻസ് സിസ്റ്റത്തിന്റെ ട്രാൻസ്പെറൻസി സെബി മെഷർ ചെയ്യും. അപ്പോ ദ മെഷേഴ്സ് ടേക്കൺ ബൈ സെബി ഫോർ ഗ്രീവിയൻസ് ഓഫ് റിഡ്രസൽ ഓഫ് ഗ്രീവിയൻസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ മെഷേഴ്സ് ടേക്കൺ ബൈ വാരിയസ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എന്താണ് റീസെന്റ് ഇയർ ഫോർ റിഡ്രസൽ ഓർ ഗ്രീവിയൻസ് എന്നൊക്കെ ചോദിച്ച് നമ്മൾ എഴുതേണ്ടത് ഇതാണ്. അപ്പൊ ഗ്രീവിയസ് റിഡ്രസൽ സിസ്റ്റം എന്ന് ചോദിച്ചാലും നമ്മൾ എഴുതേണ്ട പോയിന്റ്സ് ഇതൊക്കെയാണ്. എളുപ്പമാണ്, അതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾക്ക് കഴമ്പുണ്ടായാൽ മതി. പിന്നെ ഇത് പക്ഷെ ഈ ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യാൻ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അത് പറഞ്ഞാൽ നോ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ്, ഓരോ കംപ്ലൈന്റും ഓരോ സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒക്കെ ഓരോ റീജിയണിലാണ്. അപ്പൊ അതെല്ലാം കൂടിയിട്ട് എന്താക്കുന്നില്ല, ഒരു പെർട്ടിക്കുലർ ഡാറ്റാബേസിൽ സെൻട്രലൈസ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ പെട്ടെന്ന് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും അപ്ഡേഷൻസ് ഒക്കെ അറിയാനും പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അല്ലാതെ ഓരോ കമ്പ്യൂട്ടറിൽ ഓരോ സാധനങ്ങൾ കടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഓരോ ബ്രോക്കറെ കുറിച്ചും പല പല റീജിയണൽ ഓഫീസുകളിൽ കംപ്ലൈന്റ് കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്താണ് അയാളെ കുറിച്ച് ഇത്രയധികം കംപ്ലൈന്റ് ഉണ്ട്. സോ ഇറ്റ് ഈസ് നീഡ് ടു ടേക്ക് ആൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്നുള്ള കാര്യം നമുക്ക് അറിയുള്ളൂ. അതുപോലെ ഡിലേ ഇൻ റിഡ്രസൽ എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ, ആദ്യം ഇൻവെസ്റ്ററുടെ കംപ്ലൈന്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എത്തി, അത് സെബിക്ക് ഫോർവേഡ് ചെയ്ത് സെബി അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവർക്കൊരു മെമ്മോ അയച്ച് അവരത് തിരിച്ച് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് അയക്കും. അപ്പൊ എന്താണ് ഇൻകർ എ ടൈം ലാഗ്. സോ ഇപ്പോ റിഡ്രസലിന് വരാൻ എന്താണ് ഡിലേകൾ ഉണ്ടാവും, ചിലപ്പോൾ വർഷങ്ങളാണ് എടുക്കുന്നത്. പിന്നെ ലോസ് ഓർ മിസ്പ്ലേസ്മെന്റ് ഓഫ് റെക്കോർഡ്, കുറെ റെക്കോർഡുകൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത, കാരണം വാരിയസ് ഓഫീസുകളിലാണ് അത് സൂക്ഷിക്കുന്നത്. അവിടത്തെ ഓഫീസിൽ കള്ളക്കളി ഉണ്ടായാലും വിൽ ലൂസ്. പിന്നെ സ്റ്റോറേജ്, ഒരു 5 മില്യൺ അല്ലെങ്കിൽ 3 മില്യൺ ഗ്രീവിയൻസ് ഒക്കെയാണ് കിട്ടുന്നത് ഓരോ വർഷം. ഇതൊക്കെ സ്റ്റോർ ചെയ്യുക, ഇതിന്റെ ഒക്കെ ആക്ഷൻ ടേക്കൺ, മോണിറ്റർ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് എന്താണ് നമുക്ക് ഈ ഗ്രീവിയൻസ് റിഡ്രസൽസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ. ഇനി ഇത് ഓവർകം ചെയ്യാൻ നമ്മൾ കുറച്ച് മെഷേഴ്സ് എടുത്തു. അതിൽ ഒരെണ്ണം മാത്രമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് ബൈ സെബിയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ്. ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ പ്രധാനം എന്താണ്, നമ്മുടെ ഇന്റഗ്രേഷൻ ഉണ്ടാവണം ഡാറ്റയ്ക്ക്. അപ്പോഴാണ് ഒരു കോർഡിനേറ്റഡ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ഡാറ്റാബേസുകളെ സെൻട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റർ ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം, ഒരു സെബി കംപ്ലൈന്റ് റിഡ്രസൽ സിസ്റ്റം, സ്കോർ എന്നുള്ളൊരു
കാര്യം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ സ്കോർ എന്ന് പറയുന്നത് എന്താണ് കീപ്പിംഗ് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ഓൺ ഇൻവെസ്റ്റർ ഗ്രീവിയൻസിന്റെ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റർ ഗ്രീവിയൻസിനെ ട്രാക്ക് ചെയ്യും. പിന്നെ എന്തെങ്കിലും റിട്രൈവൽ ഓഫ് റെക്കോർഡ്സ് പെർട്ടൈനിങ് ടു ഇൻവെസ്റ്റർ ഗ്രീവിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡുകൾ എന്താണ് പെർട്ടൈൻ ചെയ്യും. പിന്നെ ഒരു കണ്ടിന്യൂസ് ബേസിസിൽ അവരുടെ എന്താണ് അപ്ഡേഷൻസ് അത് മോണിറ്റർ ചെയ്യും വിത്ത് ഹൈ ഡിഗ്രി ഓഫ് എഫിഷ്യൻസി ആൻഡ് അക്യുറസി. സോ ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് സെബി കംപ്ലൈന്റ് റിഡ്രസൽ സിസ്റ്റം സെബി കംപ്ലൈന്റ് റിഡ്രസൽ സിസ്റ്റം എന്നുള്ളൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തു. വിച്ച് വിൽ സ്റ്റോർ ദ എന്താണ് ഇൻവെസ്റ്റർ ഗ്രീവിയൻസ് ഇൻ ഇലക്ട്രോണിക് ഇന്റർഫേസ് ഇൻ ആൻ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ആൻഡ് വിച്ച് വിൽ ട്രാക്ക് ദ ഇൻവെസ്റ്റേഴ്സ് ഗ്രീവിയൻസ് ആൻഡ് റിട്രൈവ് ദ റെക്കോർഡ്സ് പെർട്ടൈനിങ് ടു ഇൻവെസ്റ്റർ ഗ്രീവിയൻസ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. എന്താണ് ഡിസ്ക്ലോഷർ ആൻഡ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഗൈഡ് ലൈൻസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട്, ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാം, റോൾ ഓഫ് AMFI, കോമ്പൻസേഷൻ ടു ഇൻവെസ്റ്റർ എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അപ്പൊ അതാണ് റിഡ്രസൽ സിസ്റ്റം. അപ്പൊ എന്താണ് ദ ഇൻവെസ്റ്റർ ഗ്രീവിയൻസ് ആൻഡ് റിഡ്രസൽ സിസ്റ്റം ഒരു എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതണം. ആദ്യം എഴുതേണ്ട measures taken by SEBI for investor grievance redressal system. Redressal against listed companies എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണത്, അത് നമ്മുടെ ഇൻവെസ്റ്റർ അസിസ്റ്റന്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഓഫീസറും പിന്നെ റീജിയണൽ ഓഫീസറുമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ കംപ്ലൈന്റ് അഗൈൻസ്റ്റ് ബ്രോക്കർ ആൻഡ് സബ് ബ്രോക്കർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണത്, പിന്നെ ഇഷ്യൂ ഓഫ് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ അതിൽ എഴുതണം. പിന്നെ ദെൻ എന്തൊക്കെയാണ് അത് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, ലാക്ക് ഓഫ് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ്, ഡിലേ ഇൻ പ്രോസസ്സിങ്, പിന്നെ സ്റ്റോറേജ് പ്രോബ്ലംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ എന്തൊക്കെ മെഷേഴ്സ് ആണ് ഇത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എടുത്തത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.